തദ്ദേശ വാർഡ് വിഭജനം നിയമപരമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ 9 പഞ്ചായത്തുകളിൽ വിഭജന നടപടിയുമായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഈ പഞ്ചായത്തുകളിലെ പരാതിക്കാരെ നേരിൽ കേൾക്കും. മാർച്ച് 7-ന് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കാനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ നീക്കം. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ആഷിഖ്, തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഏതൊക്കെ പഞ്ചായത്തുകളിലായിരിക്കും ഈ ആദ്യഘട്ടത്തിൽ വിഭജന നടപടിയുമായി മുന്നോട്ട് പോകുന്നത്? തദ്ദേശ സ്ഥാപനങ്ങളിലെ പുനർവിഭജന നടപടികൾ നിയമപരമല്ല എന്ന് കാട്ടി ഹൈക്കോടതിയിൽ വിവിധ ഹർജികൾ സമർപ്പിച്ചിരുന്നു. ഈ ഹർജികൾ പരിഗണിക്കവെയാണ് സിംഗിൾ ബെഞ്ച് 9 പഞ്ചായത്തുകളിലെ വിഭജന നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകിയത്. ഇതേ തുടർന്ന് സർക്കാർ ഡിവിഷണൽ ബെഞ്ചിൽ ഹർജിക്ക് പോവുകയായിരുന്നു. ഡിവിഷണൽ ബെഞ്ച് ഈ കേസ് പരിഗണിച്ച് നിയമപരമായി തന്നെയാണ് വിഭജന നടപടികൾ മുന്നോട്ട് പോകുന്നത് എന്ന വിധി ഇന്നലെ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് വിഭജന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വിഭജന നടപടികളുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് കഴിഞ്ഞ 16-ാം തീയതി ആരംഭിച്ച് കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ നിലവിൽ ഹൈക്കോടതി അനുമതിയോടുകൂടി നിർത്തിവെക്കപ്പെട്ട 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വിഭജന നടപടികളുടെ ഭാഗമായി മാർച്ച് 7-ന് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കാനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് ഈ പഞ്ചായത്തുകളിലെ പരാതിക്കാരെ നേരിൽ കാണുകയും ഇതിൽ പരിഹാരമുണ്ടാക്കുകയും ചെയ്യും. 9 പഞ്ചായത്തുകളിലെ പരാതികളാണ് കേൾക്കാനുള്ളത്. അത് കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളാണ് ഈ നിലയിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് വിഭജന നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടത്. ഇവിടുത്തെ പരാതിക്കാരെയായിരിക്കും നേരിൽ കേൾക്കുക. അതിന്മേലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ ഈ 9 പഞ്ചായത്തുകളുടെ വിഭജന നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടെ ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ പുറത്തിറക്കാൻ തദ്ദേശ ഡീലിമിറ്റേഷൻ കമ്മീഷന് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് 2ാം ഘട്ടം എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും വിഭജന നടപടികളിലേക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷൻ കടക്കും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അമൃത. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.